കണക്ക് തീർക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വേണം. ഗ്രൂപ്പ് സ്റ്റേജിൽ തങ്ങളെ തീർത്ത ഓസീസിന് ഇന്ത്യ തിരിച്ചു കൊടുത്തത് 8ന്റെ പണി, അതും അവർ തന്ന അതേ രീതിയിൽ. വനിതാ ഏകദിന ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ തകർത്ത് വിട്ടുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു. ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസ് പിന്തുടർന്നാണ് ഇന്ത്യ വിജയം പിടിച്ചെടുത്തത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യ ഉയർത്തിയ 330 റൺസ് പിന്തുടർന്ന് ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. അതേ നാണയത്തിലാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്ന് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.5 ഓവറിൽ 338 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. ലിച്ച്ഫീൽഡ് അവർക്കായിട്ട് ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത്. 93 പന്തിൽ 119 റൺസാണ് ലിച്ച്ഫീൽഡ് നേടിയത്. എല്ലിസ്ബറി 88 പന്തിൽ 77 റൺസും ആഷ്ലി ഗാർഡനർ 45 പന്തിൽ 63 റൺസും എടുത്തു. ഇന്ത്യക്ക് വേണ്ടി ചരണി, ദീപ്തി ശർമ്മ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ അമൻജോത് കൗറാണ് 1 വിക്കറ്റ് വീഴ്ത്തിയത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി ഷഫാലി വർമ്മ 2 ഫോറോടെ നന്നായി തുടങ്ങിയെങ്കിലും 10 റൺസ് എടുത്ത് ഔട്ടായി. 24 റൺസോടെ സ്മൃതി മന്ദാനയും മടങ്ങി. അങ്ങനെ 59 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ വീണു. എന്നാൽ പിന്നീട് ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. 134 പന്തിൽ 14 ഫോറിന്റെ സഹായത്തോടെ 127 റൺസ് എടുത്ത് ജമീമ പുറത്താകാതെ നിന്നു. ഹർമൻപ്രീത് കൗർ ആവട്ടെ 88 പന്തിൽ 10 ഫോറിന്റെയും 2 സിക്സിന്റെയും സഹായത്തോടെ 89 റൺസ് എടുത്താണ് ഔട്ടായത്. ദീപ്തി ശർമ്മ 17 പന്തിൽ 24 റൺസ് എടുത്തപ്പോൾ റിച്ച ഘോഷ് 16 പന്തിൽ 26 റൺസ് എടുത്തു. അമൻജോത് കൗർ 8 പന്തിൽ 15 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെ 48.3 ഓവറിൽ വെറും 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 341 റൺസ് എടുത്തു. 9 ബോൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യയുടെ വിജയം. ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു നോക്കൌട്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ചേസ് ചെയ്ത് ജയിക്കുന്ന ഒരു വിജയം കൂടിയായിട്ട് ഇന്നത്തെ ഇന്ത്യയുടെ വിജയം മാറി. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടും.